ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ അമ്പഴങ്ങ അച്ചാറിടാനും ഒപ്പം കൂണ് ഇത് കറി വെക്കാനും വറക്കാനൊക്കെ പോവാണ്. നമുക്കിപ്പോൾ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാം. അച്ഛമ്മയാണ് ഉണ്ടാക്കണേ. ഇതാണ് കൂൺ. അച്ഛമ്മ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഓരോ സ്ലൈസസ് മഞ്ഞപ്പൊടി ഉപ്പ് വെച്ചിട്ട് ആക്കിയിട്ട് ഇതാണ് അമ്പഴങ്ങ അല്ല അച്ഛമ്മ. ഇത് അച്ചാറാക്കാൻ വെച്ചിരിക്കുകയാണത്. അച്ഛമ്മ ഇവിടെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ടിട്ട് വാറ്റി എടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, പിന്നെ മസാലപ്പൊടി 1 സ്പൂൺ, ഉപ്പുണ്ടോ? ഉപ്പും കൂടി ഇട്ടുണ്ട്. കുരുമുളക് പൊടി. അച്ഛമ്മ അമ്പഴങ്ങ അച്ചാറിടെ പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് പോവാൻ. നമുക്കിത് ഈ സൈക്കിളിൻ്റെ ബാക്കിൽ വയ്ക്കാം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം പോവാനായിട്ടാണ്. ഇതാകുമ്പോൾ പോവും വെള്ളം. അച്ഛമ്മ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാമ് ചൂടാക്കാതെ സിമ്മിലിട്ട വാമാവും. ഇത് കേട്ടോ, സിമ്മിലിട്ട വാമ. ഞാൻ നോക്കുമ്പോൾ കൂണിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സബോളയും അതിൻ്റെ മിക്സിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് ഇവിടെ ആയിക്കൊണ്ടിരിക്കും. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. കായമല്ലേ, കായം. നമുക്ക് ഇത് അച്ഛൻ മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതെന്തിനാ അച്ഛൻ? ഇത് കായം മൂപ്പിക്കണം. അമ്പഴങ്ങ അച്ചാറിൻ്റെ അല്ലേ? പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അച്ഛമ്മ ഇത് ഉലുവ ഇട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ അല്ലേ? ഇതെണ്ണ കുറച്ചുണ്ട്. കാണുന്നു വിചാരിക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ നടുവിലേക്ക് ആയില്ലേ? കായം. ഇത് കായം. ഇങ്ങനെ എന്താ വെച്ചാൽ കായം മൂപ്പിച്ചെടുക്കുക. ദേച്ചമ്മപ്പോൾ ഉലുവ അല്ല എപ്പോഴും ഉലുവന്നോ ആയിരുന്നു വരിക. കായം ഇവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്. അച്ഛമ്മ എന്താ ചെയ്യണേ അത് നോക്കുക. ഇത് അല്ല അച്ഛമ്മയ്ക്ക് കൊടുക്കാം. അമ്പഴങ്ങ അച്ഛമ്മയ്ക്ക് എടുത്ത് കൊടുക്കാം. കായം മൂപ്പിച്ചെടുത്തു. ഇനി ഇതോ ഓഫ് ആകട്ടെ സ്റ്റവ്. അമ്പഴങ്ങ വാട്ടാണ്. കൂണ് വകയൊക്കെ വരുന്നുണ്ട്. ആയാ ചുമ കൂണായ. ഇനി അമ്പഴങ്ങ വേറെ പാത്രത്തിലേക്ക് ഇതാണ്. വേഗം പാകാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വാട്ടുന്നത്. ഞാൻ ഓഫാക്കി. ഇത് ഇഞ്ചിയും എണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ചു. ഇനി ഓൾറെഡി എണ്ണയും വെളിച്ചെണ്ണയും അത് ഇഞ്ചി, പച്ചമുളക്. ആദ്യം പച്ചമുളക് ഇടുക. പച്ചമുളകൊക്കെ അച്ഛമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു.
പച്ചമുളക് ഇത് മൂപ്പാകുമ്പോൾ ഇഞ്ചി ഇടാം. ഇഞ്ചി ഇതെന്താ ചുമ്മാ പഴങ്ങിയ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ പാത്രം അവിടെ വെച്ചിട്ട് ഇതിലേക്ക് ഇനി എന്താ ചുമ്മാ ചെയ്യണ്ടേ? ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മൂപ്പാകുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി കൂട്ടി വെച്ചില്ല, കൂട്ടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ആവശ്യത്തിനുള്ള ഉപ്പ് 2 സ്പൂൺ കൂടെ അച്ചമുപ്പ്, അച്ചാറിന് ഉപ്പ്. ഇതൊക്കെ പാത്രത്തിലാണ് എല്ലാം കേട്ടോ. അത്രയാ 3 ടീസ്പൂൺ. 4 ടീസ്പൂൺ. 4 റെഡ് കളർ വന്നിട്ട് ഗൈസ്. ഇനി എന്താ അമ്പഴങ്ങി ഇതാണോ പാകാക്കി വെച്ചാൽ പഴങ്ങിയത്? ടേസ്റ്റ് ഉണ്ടാവുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഒരു ടിന്നിലിട്ടല്ലേ വെക്കുക. മുഴുവൻ കായും പൊടിച്ചു. കായും പൊടിച്ചിട്ടുണ്ട്. ഇതാണ് ഉലുവയും കായും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് സെറ്റാക്കണം. ഈ മിക്സിയിലിട്ട് അരയ്ക്കണം. നമുക്ക് ഇത് ഓഫാക്കിയിട്ട് മിക്സിയുടെ വയർ കുത്തണം. അതിൻ്റെ പാട. മിക്സിയുടെ പ്ലഗ് നമുക്ക് കുത്താം. ഇത് അയ്യോ ഇതിവിടെ മുട്ടാണ്ട്. അയ്യോ ഞാൻ ഇങ്ങോട്ടൊക്കെ കുത്തണം. നമുക്ക് ഇത് ഓണാക്കണ മുമ്പ് ചുമ്മാ നോക്കി അത് കറക്റ്റ് അല്ലേ? ഓണാകട്ടെ. ഓണാക്കിണ്ട്. ഞാൻ ചുമ്മാ നേരെ അടിച്ചില്ലേ? പുകയാ പോയ ചുമ്മാ പകുതി. എവിടുന്ന് അച്ചാറിന്റെ മണം? അച്ചാറ് അതിനാണ്. വീണ്ടും അരയ്ക്കുക. നല്ലോണം പൊടിയണ്ടേ? ഹോൾഡ് ദ ലിഡ് വൈൽ യൂസിങ്. മുറുക്ക പിടിച്ചോ. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിലിട്ട് ഇറക്കി വെക്കും. ഇത് ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് സീൻ. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ടല്ലോ. ടി വി വെച്ചല്ലോ. തീ ഓഫാക്കില്ലോ. ടി വിയാ കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. തുടങ്ങി എനിക്ക് തിളപ്പിച്ചാറിയ ഇത്തിരി വെള്ളം ഒഴിച്ചോ. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാ എന്താ ചുമ ചെയ്യണം? അമ്മയ്ക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ അമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാം. എത്ര നൽകണേ? ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചുമ. നമുക്ക് ഇനി തിളപ്പിച്ചാറിയ വെള്ളം വയ്ക്കാം. കേട്ടോ ചുമ? കഴിച്ചിട്ടുണ്ട്. ഇനി എന്താ ചുമ? ഇനി പാത്രത്തിലേക്ക് മാറ്റില്ല ചെയ്യാം. അളക്കാം നമുക്ക്. തീട്ടിനിൽക്കാൻ ഇടുന്നുണ്ട് നമ്മുടെ അമ്പഴങ്ങി അച്ചാറ്. ഇതിട്ട് ഇതിലേക്ക് ഇനി ഇത് അടുപ്പൊക്കെ കളയാൻ്റെ അകത്ത് പാർലേജി ബിസ്ക്കറ്റ് ഇട്ട് വെച്ചതായിരുന്നു. ഒഴിച്ചോ. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറയുമ്പോൾ നാരങ്ങ വെള്ളം കൊടുക്കാം. കളയാണ്ട് കൊണ്ടു കൊടുക്കട്ടാ. ജ്യൂസ് കൊണ്ടു കൊടുക്കാം. തുറക്കുക.
നമ്മ ജ്യൂസ് ഫ്രീ ജ്യൂസ് ഫ്രീ ജ്യൂസ് ഫ്രീ ജ്യൂസ് ഫ്രീ ജ്യൂസ് അമ്മയ്ക്ക് പോവോ ഒന്നും കൂടി കൊടുക്കാം നമ്മേ ജ്യൂസ് നമുക്ക് ഇത് നല്ല മണമുണ്ട് അയ്യോ നല്ല മണം കൂണപ്പോൾ നമ്മുടെ സെറ്റായിട്ട് കൂണിക്ക് ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് ഇളക്കി കൊടുക്കാൻ കൂൺ ഇതാണോ ഇതാണ് കൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ട് ഗൈസ് നമ്മുടെ അങ്ങനെ അമ്പഴങ്ങ ഫാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ തണുക്കും കലക്കിയിട്ട് പ്ലാസ്റ്റിക് ഡപ്പയിൽ ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചൂട് ഫുള്ള് വാറ്റി കളയണേ എന്നിട്ട് നമുക്കിത് ഡപ്പയിലേക്ക് ഇടണം അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇടാനും നല്ല ഇട്ടുണ്ട് ഇത് ചാറ് കേട്ടോ കാണാൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അമ്പഴങ്ങ അച്ചാർ റെഡിയാക്കിയിട്ട് അച്ചാർ നമ്മുടെ ഈ വീഡിയോയുടെ എഡിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ അച്ചാർ ഇത്രയ്ക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അമ്പഴങ്ങ അച്ചാറിനാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഈ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ